കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി. ചുമത്തിയ എല്ലാ വകുപ്പുകളും നിലനിൽക്കുമെന്ന് കോടതി. 8ാം പ്രതി ദിലീപ് ഉൾപ്പെടെ മറ്റു പ്രതികളെ വെറുതെ വിട്ടു. ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്ന് കോടതി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് 12-ന് വാദം കേൾക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഉമേഷ്, ഏതാണ്ട് 291 സാക്ഷികൾ, 833ഓളം തെളിവുകൾ ഡിജിറ്റൽ അടക്കം ഒക്കെ പരിശോധിച്ച അന്വേഷണ സംഘം പഴുതടച്ചുള്ള അന്വേഷണത്തിൻ്റെ ഫലമായി കൂടിയാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് വിധിക്കുന്നത്. ദിലീപിനെ വെറുതെ വിട്ടു, ഗൂഢാലോചന തെളിയിക്കാനായില്ല എന്നുള്ളത്. പക്ഷേ ഈ അന്വേഷണ സംഘം മുമ്പോട്ട് വെച്ച എഫർട്ട് വളരെ വലുതാണ്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാനായത്, മീൻസ് കുറ്റക്കാരാണെന്ന് കണ്ടെത്താനാവുന്നതിലേക്ക് നയിച്ചത്. എന്തൊക്കെയാണ് ഇന്ന് കോടതി മുറിയിൽ നടന്നത്? അതെ അജിംഷാദ്, ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേരും അവർ കുറ്റക്കാരാണ് എന്നാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കോടതിയുടെ വിധിന്യായം അങ്ങനെയാണ്. അതായത് 1ാം പ്രതി പൾസർ സുനി, 2 മാർട്ടിൻ ആൻ്റണി, മണികണ്ഠൻ, വിജീഷ്, വടിവാൾ സലീം എന്ന് പറയുന്ന എച്ച് സലീം, പ്രദീപ്, ഈ 6 പേരാണ് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ. ആ 6 പേരും കുറ്റക്കാരാണ് എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, അവർക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ, ഈ 1 മുതൽ 6 വരെ പ്രതികൾക്ക് ഏതാണ്ട് 13ഓളം വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോവുക, അന്യായമായി തടഞ്ഞു വയ്ക്കുക, കൂട്ടബലാത്സംഗ കുറ്റം, അങ്ങനെ 13ഓളം വകുപ്പുകളുണ്ട്. ഈ വകുപ്പുകളെല്ലാം ഇവർക്കെതിരെ നിലനിൽക്കും എന്നുള്ളത് തന്നെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഈ 6 പേർക്കെതിരെയുള്ള ശിക്ഷ അത് കോടതി പ്രഖ്യാപിക്കും. അത് 12-ാം തീയതിയാണ് ആ ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുൻപായുള്ള വാദം കോടതിയിൽ നടക്കുക. 12-ാം തീയതി ഈ 6 പ്രതികളും കോടതിയിൽ ഹാജരാകണം. അതിനുശേഷം ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുമ്പായ ഒരു വാദം കേൾക്കും. പ്രതിഭാഗത്തിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും വാദം കേട്ട ശേഷമായിരിക്കും കോടതി അവർക്കുള്ള ശിക്ഷ പ്രഖ്യാപിക്കുക. ഇവർക്കെതിരെയുള്ള ഈ വകുപ്പുകൾ ചുമത്തിയത് പ്രകാരം അതിന് പര്യാപ്തമായ ശിക്ഷ പരമാവധി ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് ഇവർക്കെതിരെ നിലനിൽക്കും എന്ന് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് വാദം കഴിഞ്ഞ ശേഷമായിരിക്കും ഇവർക്കെതിരെയുള്ള ശിക്ഷ എന്താണ് എന്നുള്ളത് കോടതി പ്രഖ്യാപിക്കുക. അതേസമയം ഇതിലെ മറ്റ് പ്രതികൾ, 8ാം പ്രതി ദിലീപ് അടക്കമുള്ളവർ, അവർക്കെതിരെ ചുമത്തിയ കുറ്റം അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകളാണ് ദിലീപ് അടക്കം മറ്റ് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്. അവർക്കെതിരെയുള്ള കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ 8 മുതൽ മറ്റ് പ്രതികൾ, 8ാം പ്രതി ദിലീപ്, മറ്റ് ദിലീപിൻ്റെ സുഹൃത്തായ ശരത്ത് 15 പ്രതിപട്ടികയിൽ 15ാം പ്രതിയായിരുന്നു ശരത്ത്, ഒപ്പം ചാർലി തോമസ്, മേസ്തിരി സനിൽ എന്നിങ്ങനെ 4 പ്രതികളെ കോടതി വെറുതെ വിടുകയും ചെയ്തു. അവർക്കെതിരെയുള്ള ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. അത് ദിലീപിനെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന വിധിയാണ്. ഏതായാലും തീർച്ചയായും, കാരണം ഈ ഗൂഢാലോചന തെളിയിക്കുന്നത് വളരെ ശ്രമകരമായ കാര്യമാണ് സാധാരണഗതിയിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഗൂഢാലോചന തെളിയിക്കാനായില്ല എന്നതുകൊണ്ട് ദിലീപ് അടക്കമുള്ള 4 പേർ വെറുതെ വിട്ടു എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ അന്വേഷണ സംഘം മുമ്പോട്ട് വെച്ച സമഗ്രത, അവരുടെ അടുത്ത് എഫർട്ട് ഇല്ലാതാകുന്നില്ല. കാരണം ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കൃത്യമായി അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന തരത്തിലേക്ക് അവർ കുറ്റക്കാരാണെന്ന് ഈ ഘട്ടത്തിൽ വിധിക്കുന്നതിലേക്ക് നയിച്ചത് അന്വേഷണ സംഘത്തിൻ്റെ കൃത്യമായ ഇടപെടലുകളും തെളിവുകൾ ശേഖരിക്കലും മൊഴിയെടുക്കലും അടക്കമുള്ള സമഗ്ര നടപടിക്രമങ്ങളാണ്. അത് നാം മറന്നുകൂടാ. ഇന്ന് 11 മണിക്ക് കോടതി വന്നത് മുതലുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഒന്ന് പറിച്ചു തട്ടാൽ, കോടതിക്കുള്ളിലുള്ള ആൾ എന്ന നിലയിൽ ഉമേഷ്. അജിംഷാദ്, ഇന്ന് 11 മണിക്ക് തന്നെ പ്രതീക്ഷിച്ചതുപോലെ കൃത്യം 11 മണിക്ക് തന്നെ കോടതി ചേർന്നു. ഇതിൽ മുഴുവൻ പ്രതികളെയും ഹാജരായിട്ടുണ്ടോ എന്ന് കോടതി ആദ്യം ഉറപ്പുവരുത്തി. 10 പ്രതികളും ദിലീപ് അടക്കം മുഴുവൻ പ്രതികളും, പ്രതിപട്ടികയിലുണ്ടായിരുന്ന മുഴുവൻ പേരും കോടതിയിൽ ഹാജരായി. അതിനുശേഷമാണ് ഏതൊക്കെ വകുപ്പുകളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് എന്ന് ആദ്യം കോടതി വായിച്ചു. അതിനുശേഷം ഈ പ്രതികൾ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ, ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികൾക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ അത് ഏതൊക്കെയാണ് എന്ന് കോടതി എടുത്തു പറഞ്ഞു. അതിനുശേഷം ആ വകുപ്പുകൾ ഓരോന്നും ഏതൊക്കെയാണ് ഇവർക്കെതിരെ നിലനിൽക്കുക എന്ന് ഓരോന്നും എടുത്ത് വായിക്കുകയാണ് കോടതി ചെയ്തത്. അങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ ചുമത്തിയ എല്ലാ വകുപ്പും നിലനിൽക്കും എന്ന് തന്നെ കോടതിയുടെ ആ വിധിന്യായത്തിൽ വ്യക്തമാവുകയാണ്. 1 മുതൽ 6 വരെ പ്രതികൾക്കെതിരെയുള്ള അതാണ് ആദ്യം കോടതി വായിച്ചത്. അതിനുശേഷമാണ് 8ാം പ്രതി ദിലീപിൻ്റെ കാര്യം കോടതി ചൂണ്ടിക്കാട്ടിയത്. ദിലീപിനെതിരെ ചുമത്തിയ 120 ഗൂഢാലോചന, 120B ഗൂഢാലോചന, അത് നിലനിൽക്കില്ല എന്നുള്ളതാണ് കോടതി. അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് ദിലീപിനെ വെറുതെ വിടുന്നു എന്ന് കോടതി
ചൂണ്ടിക്കാണിച്ചു. ഒപ്പം അതിന് പിന്നാലെയാണ് മറ്റ് പ്രതികൾ, ഈ ചാർലി തോമസ്, മേസ്തിരി സനിൽ, ഒപ്പം ദിലീപിൻ്റെ സുഹൃത്തായ ശരത്ത്, ഈ 3 പേർക്കെതിരെയും ചുമത്തിയ കുറ്റങ്ങളും അവർക്കെതിരെ തെളിവ് നശിപ്പിക്കൽ കുറ്റമടക്കം ഈ ശരത്തിനെതിരെയൊക്കെ ചുമത്തിയിരുന്നു. അതും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെയും കുറ്റവിമുക്തരാക്കുന്നു എന്നാണ് കോടതി വായിച്ചത്. ആദ്യം ഇംഗ്ലീഷിലാണ് വിധിന്യായം പറഞ്ഞത്, അതിനുശേഷം മലയാളത്തിലും കോടതി ഇത് വായിക്കുകയുണ്ടായി. അങ്ങനെ 15 മിനിറ്റിനകം ഈ നടപടിക്രമങ്ങളെല്ലാം കോടതി പൂർത്തിയാക്കി. അതിനുശേഷമാണ് ഈ കുറ്റക്കാരായി കണ്ടെത്തിയ 6 പേർക്കെതിരെയുള്ള ശിക്ഷ അത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി ഒരു വാദം കേൾക്കേണ്ടതുണ്ട് എന്ന് കോടതി പറയുന്നത്. അത് 12-ാം തീയതി അതിൽ വാദം കേൾക്കാം എന്നാണ് കോടതി പറഞ്ഞത്. അങ്ങനെ ആ വാദം കേൾക്കുന്നത് വരെ ഈ കുറ്റക്കാരായി കണ്ടെത്തിയവർ ഇതുവരെ ജാമ്യത്തിലായിരുന്നുവെങ്കിൽ അവരുടെ ജാമ്യം റദ്ദാക്കുന്നു എന്നും കോടതി വിധിന്യായത്തിൽ പറഞ്ഞു. അതിനുശേഷം നേരെ ജയിലിലേക്ക് അയക്കാനാണ് കോടതി നിർദ്ദേശിച്ചത്. അങ്ങനെ ഈ കുറ്റക്കാരായി കണ്ടെത്തിയ 6 പേരെയും ജയിലിലേക്ക് അയക്കാൻ കോടതി നിർദ്ദേശിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി 12-ാം തീയതിയാണ് ഈ കേസിൽ ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുമ്പായുള്ള വാദം കോടതി കേൾക്കുക. ഈ എല്ലാ വകുപ്പുകളും നിലനിൽക്കും എന്ന് കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇവർക്കെതിരെ ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകൾ